കടലായിരുന്നു മാഡം. അമ്മേ, എന്താ ഇത്? നിങ്ങളല്ലേ ഫോട്ടോ അയച്ചെന്ന്, പിന്നെന്തിനാ അടിച്ചത്? ഇതല്ലേ നിനക്ക് വേണ്ടത്? പക്ഷെ ഇവിടെ വെച്ചല്ല, എന്നെ വേറെ എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോ. ഓ, ഇവിടെ ആകുമ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് വരും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഗെറ്റ് ഇറ്റ് ഗുഡ് പോയിന്റ്. ശരിയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈൽഡ് പ്ലേസിൽ പോണം. അതുപോലുള്ള വൈൽഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ താഴെ ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങോട്ട് വന്നേക്ക. ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര നേരം പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാലും നിങ്ങൾ എന്നെക്കാളും കുറച്ച് ഫാസ്റ്റാ. കേറ്. അയ്യോ, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്. പോയിട്ട് അടിച്ച് പൊളിക്കണം. ഇതാരുടെ വീടാ? ഇത് ഞാൻ എപ്പോഴും രാത്രി അടിച്ചു പൊളിക്കാൻ വരുന്ന സ്ഥലമാണ്. അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സ്ഥലം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സ് എങ്ങാനും അറിഞ്ഞാലേ അവന്മാർ അസൂയപ്പെടും. പെടട്ടെ, നിങ്ങൾ വാ. ഓ, എല്ലാം അകത്ത് വെച്ചാകാലേ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വരൂ. കം. വെൽക്കം. പ്ലീസ്. മഞ്ഞിൽ കളിക്കാനാണെങ്കിൽ ശരി, കട്ടിലിൽ കളിക്കാനാണെങ്കിൽ ശരി, ഇതുപോലത്തെ കോസ്റ്റ്യൂം ആയിരിക്കും ഏറ്റവും നല്ലത്. ക്ലോസ്. നീയും റെഡി, ഞാനും റെഡി, ഗാന ബജാന ബാൻഡ് റെഡി, പാക്കൻ റെഡി, പെണ്ണും റെഡി, ജിഞ്ചനക്ക കട്ടിലും റെഡി. ഓ, വൃത്തികെട്ടന്മാര് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പോവാം. കം. വെൽക്കം. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഓ, ഇത് ഒഴിയുന്നില്ലല്ലോ. അല്ല, എന്താ നാണാണോ? ഇതൊന്നും വലിയ കാര്യാക്കണ്ട, എല്ലാം ശരിയായിക്കോളും. കുറച്ച് കോപ്പറേറ്റ് ചെയ്യേ. ആദ്യം ഞാൻ തുടങ്ങാം, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ അല്ലേ? കമോൺ. ഇത്രയും ദൂരം വന്നില്ലേ, പിന്നെന്തെങ്ങനെ? നിങ്ങളിങ്ങനെ തിരിഞ്ഞിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഇതിങ്ങനെ ശരിയാവൊന്നും തോന്നില്ല. പിന്നെ നമുക്കൊരു ബിറ്റ് കാണാം, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ശരിയായിക്കോളും. അതിലെന്താ ഉള്ളത്? ആദ്യം നോക്കിയല്ലേ മനസ്സിലാവൂ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ, കുറച്ച് ലൈറ്റ് ആയിട്ട്. ഇവനെ എനിക്കെങ്ങനെ അറിയാനാ? ദിവസം ഗ്രൂപ്പിൽ 30 ബിറ്റ് വരും. അവസാനം വന്ന ഫ്രഷ് ബിറ്റായത്. എന്താ ഇത് കണ്ടപ്പോഴേക്ക് മൂടായോ? എന്നാ തുടങ്ങിയ? നമ്മൾ തുടങ്ങിയ പോലില്ലല്ലോ.
പ്ലീസ് ഒന്ന് വാ, കോപ്പറേറ്റ് ചെയ്യ്. എന്റെ അമ്മേ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ മേലെ കയറാന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ മെക്കിട്ടായിരുന്നു. നിങ്ങൾ എന്താ കളിക്കുക? നിങ്ങൾ അടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയേ? ഞങ്ങള് പെണ്ണുങ്ങളാണോ? ഭർത്താവ് പുറത്തു പോവും, മകൻ പുറത്തു പോവും, മകളും പുറത്തു പോവും. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന പേടി കാരണം അത് ആരോടാ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടെന്ന് അറിയാതെ ഞങ്ങള് നിന്നെ പോലെയുള്ളവരെയാ വിശ്വസിച്ച് വരുന്നത്. അത് തെറ്റാണോ? അയ്യോ എന്റെ അമ്മച്ചി. എന്താ സംഭവിച്ചത്? അവന്റെ പേര് പ്രഭു, ഇവളുടെ പേര് സുന്ദരി. ഇവർക്ക് ഈയിടെയാണ് കല്യാണം കഴിഞ്ഞത്. റീസെന്റായി പ്രഭുവിന്റെ ജോലി പോയി. അപ്പോൾ മുതൽ ഭയങ്കര കുടിയും അവളോട് സ്നേഹമില്ലാത്ത പെരുമാറ്റാണെന്ന് അവൾ പറഞ്ഞിരുന്നു. കല്യാണത്തിന് മുമ്പേ 2 തവണ സൂയിസൈഡിന് ശ്രമിച്ചിരുന്നു. ഇപ്പൊ ജോലി പോയ കാരണം ഇങ്ങനെ ചെയ്തതായിരിക്കുമോ എന്തോ. പാവം സാർ, ആ പെണ്ണ് വളരെ ഇന്നസെന്റാ. അവളെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഈ കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്കിരുത്തിയാൽ ശരിയാവില്ല. ഇവരെ നാട്ടിലേക്ക് പറഞ്ഞേക്ക്. ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞേക്ക്. കോൺസ്റ്റബിൾ, ബോഡി ക്ലിയർ ചെയ്ത്. അതെ, എല്ലാവരും അങ്ങോട്ട് മാറിയേക്ക്. മാറിയെന്നേ കോൺസ്റ്റബിൾ, ഇവരൊക്കെ ക്ലിയർ ചെയ്യ്. പെട്ടെന്ന് വേഗം വേണം. മാറിക്കേ മാറിക്കേ.